ഇന്നേക്ക് കൃത്യം 21 നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. രാഷ്ട്രീയ ചിത്രം തെളിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇനിയും പൂർണ്ണമായി തെളിഞ്ഞിട്ടില്ല. ഇന്ന് കോൺഗ്രസ് 55 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 2 സീറ്റുകളൊഴികെ ലീഗും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ദിവസമാണ്. അപ്പോഴും കണ്ണൂർ ഒരു കലാപക്കോട്ടയായി നിൽക്കുന്നു LDFനും UDFനും എന്നതാണ് യാഥാർത്ഥ്യം. KPC അധ്യക്ഷനായിരുന്ന MP ആയിരുന്ന കെ സുധാകരന് മത്സരിക്കണം എന്ന പിടിവാശിയിൽ തട്ടി നട്ടം തിരിയുന്ന കോൺഗ്രസാണ് കളത്തിൽ. പലയാവർത്തി സമവായ നീക്കങ്ങൾ, പലയാവർത്തി അനുനയ ശ്രമങ്ങൾ ഒന്നും വിജയം കണ്ടിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ ഒരു ഡുവോറുടെ ബാറ്റിൽ ഇക്കുറി കൂടി അധികാര നഷ്ടമെങ്കിൽ സമ്പൂർണ്ണ നാശം എന്ന അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസാണ് ഒരു നേതാവിന്റെ പിടിവാശിക്ക് മുന്നിൽ വിറച്ചു നിൽക്കുന്ന കാഴ്ച. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് ആവർത്തിച്ച് കോൺഫറൻസോടെ പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിക്ക് അവസാന ഘട്ടത്തിലെ ഈ കൊടും കൺഫ്യൂഷൻ അഫോർഡബിൾ ആണോ എന്ന് കോൺഗ്രസ് ആലോചിക്കട്ടെ. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളം നിറഞ്ഞ LDFന് കാര്യങ്ങൾ ഭദ്രമാണോ? അല്ല. പയ്യന്നൂർ പോലെ പാർട്ടിക്കോട്ടയിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപിച്ച് പൊട്ടിത്തെറിക്ക് പിന്നാലെ തുടർ സ്ഫോടനം തളിപ്പറമ്പിലാണ്. കേരളത്തിന്റെ ചെങ്കോട്ട, കേരളത്തിന്റെ മോസ്കോ. ഒരു ജില്ലാ കമ്മിറ്റി അംഗം പയ്യന്നൂരിൽ വിമതൻ, ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തളിപ്പറമ്പിൽ വിമതൻ. ചരിത്രത്തിലാദ്യമായി ഒരു പാർട്ടി സെക്രട്ടറിയോട് നേർക്കുനേർ അഴിമതി ആരോപണം ഉന്നയിച്ചാണ്. MV ഗോവിന്ദന്റെ ബനാമിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്നാണ് കല്ലെ പിളർക്കുന്ന ആരോപണം ഉന്നയിച്ച് മലപ്പട്ടം എന്ന പാർട്ടി ഗ്രാമത്തിൽ നേതാവിന്റെ ലാൽസലാം. അത് മാത്രമാണോ? G സുധാകരൻ, ഐഷ പോറ്റി, S രാജേന്ദ്രൻ, 3 മുൻ സാമാജികർ, CC മുകുന്ദനും K അജിത്തും മത്സരിക്കുന്നത് സാഫ്രൺ ടിക്കറ്റിലാണ്. 5 മുൻ MLA-മാർ ചേരിമാറി മത്സരിക്കുന്നത് LDFന്റെ ചരിത്രത്തിലാദ്യം. കണ്ണൂരടക്കം കലാപക്കോട്ടകൾ താണ്ടി മെയ് 4-ന് വോട്ടെണ്ണുമ്പോൾ ആരുടെ വാഴ്ച, ആരുടെ വീഴ്ച? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ SK സജീഷ്, റിജിൽ മാക്കുറ്റി, ശ്രീ ശ്രീപത്മനാഭൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ റിജിൽ മാക്കുറ്റിയിലേക്ക് പോകുന്നു. ശ്രീജിൽ മാക്കുറ്റി, ഇവിടെ അങ്ങനെ കാത്തുകാത്തിരുന്ന് നിങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകർ കാത്തുകാത്തിരുന്ന് നിങ്ങളുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നു. അങ്ങനെ തർക്കമില്ലാത്ത സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇപ്പോൾ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ അവിടെ കോവളം നിങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്. വിൻസെന്റ് മത്സരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പിന്നെ ആകെ പ്രഖ്യാപിച്ചത് വട്ടിയൂർക്കാവ് മാത്രമാണ്. ബാക്കി 12 ഇടത്തെ സ്ഥാനാർത്ഥി എവിടെയെന്നറിയില്ല. ഇവിടെ ഇപ്പോൾ താങ്കളുടെ തട്ടകം കണ്ണൂരടക്കം സ്ഥാനാർത്ഥി എപ്പോഴെന്നറിയില്ല. ഈ തർക്കം ജയിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് താങ്ങാവുന്ന തർക്കമാണോ ശ്രീജിൽ മാക്കുറ്റി? ശ്രീ ആഷ്മി, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട. ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. വളരെ കൃത്യമായി 1-ാം ഘട്ട പട്ടിക ഞങ്ങളിന്ന് പുറത്തു വിട്ടിട്ടുണ്ട്. തീർച്ചയായും 2-ാം ഘട്ട പട്ടിക നാളെ തന്നെ വരും. അതിനകത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു സംശയമാണ്. കേരളത്തിലെ ജനങ്ങൾ LDFനെതിരായി ചിന്തിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ഇപ്പോൾ വിസ്മയങ്ങൾ കാണില്ല. കണ്ണൂർ പോലെ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെ ആ പാർട്ടിയോട് ലാൽസലാം പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ കോൺഗ്രസിലെ തർക്കത്തെക്കുറിച്ച് പറയുന്നത്. എവിടെ നിന്നൊക്കെയാണ് CPMൻ്റെ നേതാക്കന്മാർ രാജിവെച്ച് വന്നത് നമുക്കറിയാമല്ലോ. എത്ര പ്രമുഖരായ നേതാക്കന്മാരാണ് രാജിവെച്ചിട്ട് മാറി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയവുമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി വരും. അതൊക്കെ നല്ല കറക്റ്റായ സ്ഥാനാർത്ഥികളായിരിക്കും, ആപ്റ്റായ സ്ഥാനാർത്ഥികളാണ്. ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വലിയ ജനവികാരത്തെ ഏറ്റെടുക്കാൻ സാധിക്കുന്ന, വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുന്ന ശക്തരായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ ആവുന്നത് പൂർണ്ണമായി 100% പൂർത്തിയായെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പൊയ്ക്കണ്ട നിങ്ങൾ ജയിച്ച ബൈ ഇലക്ഷനുകളിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് മേനി എന്ന് പറഞ്ഞവർ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വളരെ നേരത്തെ പ്രഖ്യാപിച്ച് വളരെ നേരത്തെ പ്രചരണത്തിന് ഇറങ്ങിയ അതിൽ മേനി പറഞ്ഞവർ, ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ഇപ്പം പഠിക്കൽ കൊണ്ട് കലവടയ്ക്കാന്ന് പറയില്ലേ, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തതല്ലോ ശ്രീജിൽ മാക്കുറ്റി, അത് നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണെന്ന് നിങ്ങൾക്ക് അറിയാത്തതല്ലോ. എന്നിട്ടും കെ സുധാകരൻ മത്സരിക്കോ ഇല്ലേ, എനിക്ക് സീറ്റ് വേണം എന്നതിൽ തട്ടി നിങ്ങൾ നിൽക്കുകയാണ്. എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ കാര്യം റിജിൽ. ഹാഷ്മി, നിങ്ങൾക്ക് ചാനലിരുന്ന് കഷ്ടം, ഞങ്ങൾക്കൊരു കഷ്ടമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നാളെ കൃത്യമായി എല്ലാവരും വരും. ആ വന്നതിന് ശേഷം ഞങ്ങളങ്ങ് കളത്തിലങ്ങ് ഇറങ്ങിയാൽ ആ നിറഞ്ഞാടുന്ന UDFനെ തകർക്കാൻ പിണറായി വിജയൻ്റെ സർവായുധങ്ങളും സർവ്വ ഒന്നും അവിടെ ഏശിയില്ല എന്നുള്ള കൃത്യമായ കോൺഫിഡൻസിലാണ് ഞങ്ങൾ മുമ്പോട്ട് വന്നത്. ഒരു ജനാധിപത്യ പാർട്ടിയാവും സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ഇന്നലകളിൽ ഉണ്ടാകുന്ന ഒരു അഭിപ്രായ വ്യത്യാസം ഇവിടെ ഉണ്ടായിട്ടില്ല. വളരെ കൃത്യമായ രൂപത്തിലുള്ള ഒരു തീരുമാനം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതെല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കം വേണ്ട. ഞങ്ങൾ വളരെ കോൺഫിഡൻസിലാണ്. കാരണം അത്രയേറെ ജനങ്ങൾ വെറുക്കുന്ന ഒരു സർക്കാരായി ഇവർ മാറുന്നുവെന്ന് ഇന്നലകളിൽ ആ പാർട്ടിയോട് ചേർന്ന് നിന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ G സുധാകരൻ പോലെ സഖാക്കൾ ഉൾപ്പെടെ ഏറ്റവും ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി മെമ്പറും അതോ മുൻ MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ വരിവായി നിൽക്കുകയാണ്, വിസ്മയം തീർക്കുകയാണ്. നിങ്ങൾ നോക്കൂ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് LDFനുണ്ടായ ഒരു മുന്നേറ്റം എന്ന് പറയുമ്പോൾ കൊറോണയായിരുന്നു. അതിൻ്റെ ഒരു അനുകമ്പയാണ് ഇവർക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയത്. ഒരിക്കൽ ചക്ക വീണ് മുയൽ ചത്തതുകൊണ്ട് എപ്പോഴും ചക്ക വീണ് മുയൽ ചാവാൻ പോകുന്നില്ല. കേരളത്തിലെ
ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിലുണ്ടായ ഞങ്ങളുടെ മുന്നേറ്റം ചക്ക വീഴാൻ നിങ്ങളൊന്ന് മാറിക്കിടക്കണ്ടേ റിജിൽ മാക്കുറ്റി? വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ ശരി, കോൺഗ്രസിൽ ഇത് ആദ്യമായി സംഭവിക്കുന്നതല്ല. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്, കുറേയധികം ചർച്ച ചെയ്യാനുണ്ട്. കാര്യമൊക്കെ ശരിയാണ്. ഇനി എത്ര ദിവസമാണ്? ഇനി ആകെ 23 ദിവസമുണ്ട് ബാക്കി. അവിടെ LDF-ന് ഉള്ളത് ബഹുഭൂരിപക്ഷം സിറ്റിംഗ് MLA-മാരാണ്. MLA-മാരെ മണ്ഡലത്തിന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആൾക്കാരുണ്ട്, അവർക്ക് വീട് കയറാനുണ്ട്, അവർക്ക് രാഷ്ട്രീയ വിഷയം ഉന്നയിക്കാനുണ്ട്. ആകെ ഇത്ര ദിവസവും നിങ്ങൾക്ക് ഇപ്പോഴും പൂർണ്ണമായി സ്ഥാനാർത്ഥി ആവാൻ നിങ്ങൾ പറയുകയാണ്. നിങ്ങൾ കളം നിറഞ്ഞ് ആടും എന്നൊക്കെ പറയുകയാണ് റിജിൽ. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എത്ര ജനകീയ MLA-മാരെന്ന് പറഞ്ഞാലും പരിചയപ്പെടാത്ത MLA-മാരെന്നൊക്കെ പറഞ്ഞാലും പിണറായി സർക്കാരിന് ഒരു ആൻറ്റി ഇൻകമ്പൻസി ഉണ്ട്. അത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരും മനസ്സിലായിക്കോ. അത്രയേറെ ഈ പാർട്ടി, ഈ മുന്നണി, ഈ ഭരണം അവസാനിക്കണമെന്ന് ഞങ്ങളെക്കാളും ആഗ്രഹിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ കമ്മ്യൂണിസ്റ്റുകാർ തീരുമാനിച്ചിരിക്കുന്നു, എത്ര ജനകീയ MLA ആയാലും അത് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു MLA ഇവിടെ ജയിക്കാൻ പാടില്ലെന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിരുത്തി ചിന്തിക്കുന്ന തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഞങ്ങളെ സ്ഥാനാർത്ഥികളൊക്കെ പരിചയപ്പെടും. ഇന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഏറ്റവും പരിചിതരായ സ്ഥാനാർത്ഥികളാണ്. പൊതുമണ്ഡലത്തിൽ ഏറ്റവും സജീവമായി സംഘടനാ രംഗത്തും അത് പൊതുരംഗത്തും എല്ലാം സജീവമായി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ പോലെ തന്നെയുള്ള സ്ഥാനാർത്ഥികൾ നാളത്തെ പട്ടികയിൽ വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു ആശങ്ക ഞങ്ങൾക്കില്ല സാഷ്മി. നിങ്ങൾ അങ്ങ് ആശങ്കപ്പെടേണ്ട. ഞങ്ങൾ നേടിയ വിജയമുണ്ടല്ലോ, ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ അംഗീകരിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഉണ്ടാകുന്ന ആശങ്ക ഞങ്ങൾക്കില്ല. വളരെ കൃത്യമായ രൂപത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും. ഒന്നാം ഘട്ടം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി ഉണ്ടാവണമല്ലോ, മുന്നോട്ട് പോകും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പെങ്കിലും സ്ഥാനാർത്ഥി ഉണ്ടാവണമല്ലോ എന്നാണ് പരിഹാസ്യോദ്യോഗമായി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് ഇത്തരം പ്രതികരണങ്ങൾ, ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കെ സുധാകരന്റെ വീട്ടിലേക്ക് രമേശ് ചെന്നിത്തല പോകുന്നു, അംഗീകരിക്കുന്നില്ല, പിന്നെയും ആരൊക്കെ പോകുന്നു, അംഗീകരിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുമ്പോൾ എന്താണ് മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി നിങ്ങൾ കളയരുത് എന്ന് അദ്ദേഹം എന്താണ് 24 മണിക്കൂറിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവാണ്. അത് പ്രഖ്യാപിക്കാൻ കഴിയാത്ത നിങ്ങളുടെ പ്രശ്നമാണോ മാധ്യമങ്ങളുടെ പ്രശ്നമാണോ റിജിൽ മാക്കുറ്റി? അല്ല ശ്രീ ഹാഷ്മി, ഇന്ന് പ്രഖ്യാപിച്ചല്ലോ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി. ഇപ്പോൾ ഞങ്ങളൊരു വിശാല പാർട്ടിയാണ്, കേരളം മാത്രമല്ല എല്ലാ സ്ഥലത്തും തെരഞ്ഞെടുപ്പുണ്ട്. പാർട്ടിക്ക് പാർട്ടിയുടേതായ ചട്ടക്കൂടുണ്ട്. അതിനനുസരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി വരും. നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു ആശങ്കയും വേണ്ട. നിങ്ങൾക്ക് വേണ്ട. ഈ തെരഞ്ഞെടുപ്പിനകത്ത് വരുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് നിങ്ങൾ നോക്കൂ. ഈ തെരഞ്ഞെടുപ്പ് കടന്നിറയാൻ UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. കാരണം ഞങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ പരിസരം, പ്രത്യേക ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് നടത്തിയ യാത്രയുണ്ട്. ആ പുതുയുഗ യാത്രയോടുകൂടി ഞങ്ങൾക്ക് ഓരോ നിയോജക മണ്ഡലത്തിലും ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനം ഇക്കാലം അത്രയും ഇല്ലാത്ത ഏറ്റവും നല്ല ക്രെഡിബിലിറ്റിയുള്ള, നല്ല സുതാര്യമായ, സൂക്ഷ്മതയിലുള്ള സംഘടനാ വർക്കുകൾ എല്ലാ നിയോജക മണ്ഡലത്തിലും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ 60,000 വോട്ട് തോക്കുന്ന മട്ടന്നൂരും, ഞങ്ങൾ 47,000 വോട്ട് ധർമ്മടവും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സംഘടനാപരമായ എല്ലാ പ്രവർത്തനങ്ങളും സജ്ജമായിട്ടുണ്ട്. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ മതി. ആ രൂപത്തിൽ ഞങ്ങൾ മുമ്പോട്ട് പോകും. ഞങ്ങൾക്ക് ഭയമില്ലല്ലോ. കാരണം ജനങ്ങൾ തയ്യാറാണ്. 67, 47 ഒക്കെ ജയിച്ച സ്ഥലത്ത് വലിയ രൂപത്തിൽ, പ്രത്യേകിച്ച് അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കണ്ണൂർ പോലെയുള്ള സ്ഥലത്ത് പോലും വലിയ മുന്നേറ്റമാണ് ഞങ്ങൾക്ക് നേടിയത്. ലോക്കൽ KPCC അധ്യക്ഷനായിരുന്ന ആളാണ്. കേരളത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. ഇപ്പോൾ MP ആയിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് കണ്ണൂർ സീറ്റിൽ മത്സരിച്ചേ മതിയാവൂ എന്ന പിടിവാശി എന്തിനാണ്? ആ പിടിവാശിക്ക് മുന്നിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത്? എന്തിനാണ് അവിടെ ഫ്ലെക്സുകൾ ഉയരുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് നിങ്ങൾക്ക് അങ്ങേയറ്റം ആത്യന്തികമായി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് നിങ്ങളെ വിരൽ ചൂണ്ടി നിർത്താൻ കെ സുധാകരനെ അനുവദിക്കുന്നത് എന്തിനാണ്? അത് നിങ്ങളുടെ ദൗർബല്യമല്ലേ റിജിൽ? ശ്രീ ഹാഷ്മി, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ എന്തെല്ലാം കോലിട്ടിളക്കിയാലും ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾ പ്രഖ്യാപിക്കും. അത് നിങ്ങൾ എങ്ങനെ എന്തെങ്കിലും തരത്തിൽ ആ രൂപത്തിൽ പ്രചരണം പറഞ്ഞതുകൊണ്ട് എന്നെ പ്രകോപിപ്പിക്കാൻ നിങ്ങൾ കരുതണ്ട. ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ശ്രീ കെ സുധാകരൻ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ നേതാവാണ്. ഏറ്റവും കരുത്തുറ്റ ഒരുപാട് അധികാര സ്ഥാനങ്ങൾ ഇരുന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ആ നേതാവിന് ഒന്നും ഇല്ലാതിരിക്കുകയല്ലോ. അവിടെ ഡൽഹിയിൽ ഒരു സീറ്റ് ഇരിക്കുകയല്ലേ, ആ സീറ്റിൽ നിന്ന് മാറി റിജിൽ മാക്കുറ്റിയെ പോലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു യുവമുഖത്തിന് അവസരം കൊടുക്ക്, ഞാൻ ഇറങ്ങി പ്രവർത്തിക്കാം എന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ ശക്തി ഉണ്ടാവാത്ത എന്താണ് ഇപ്പോഴും ഒരു MLA സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാ റിജിൽ? ശ്രീ ആഷ്മി, ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും പാർട്ടി അതിൻ്റേതായ തീരുമാനം എടുക്കും. കെ സുധാകരൻ അദ്ദേഹം എടുക്കുന്ന തീരുമാനം എന്താണെന്നും അതൊക്കെ പാർട്ടിക്ക് വിരുദ്ധമല്ലാത്ത ഒരു തീരുമാനം എല്ലാ ഭാഗത്തും ഉണ്ടാവും. നിങ്ങൾ അതിനെപ്പറ്റി കെ സുധാകരനിലേക്ക് കെട്ടിക്കൊണ്ട് ഇതിനകത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക വരും. അതിന് നിങ്ങൾക്കൊരു തർക്കവും വേണ്ട. കെ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ, കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിനും അദ്ദേഹത്തിൻ്റെ നിലപാടിനും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയുടെ നേതൃത്വം മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു തർക്കവും വേണ്ട. നിങ്ങൾ അതിനകത്ത്
കയറി ഇവിടെ CPM-ന്റെ നേതാക്കന്മാർ മുഴുവൻ പാർട്ടി വിട്ട് അവിടെ സംസ്ഥാന സെക്രട്ടറിക്ക് മുഴുവൻ കോടികളുടെ ഹാപ്പിനെസ് ഫെസ്റ്റ് ഉൾപ്പെടെ നടത്തി കോടികളുടെ അഴിമതി നടത്തി CPM നേതാക്കന്മാർ കള്ളന്മാരും കൊള്ളക്കാരാണെന്ന് പാർട്ടിയുടെ നേതാക്കന്മാർ അങ്ങ് തലങ്ങും വിലങ്ങ് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ഇതാണോ ചോദിക്കേണ്ടത്? നിങ്ങൾ അവരോട് ചോദിക്കും. കള്ളന്മാരും കൊള്ളക്കാരെ കുറിച്ച് ചർച്ച ചെയ്യും. ഇവിടെ ഞങ്ങൾ അങ്ങനെ കട്ടിട്ടും ഇതാക്കിയിട്ടൊന്നുമില്ല. ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വിഷയം ഉണ്ടാവും. ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന TK ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ന്റെ ഏരിയ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിക്ക് എതിരായി ഹാപ്പിനെസ് ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി, MLA-യുടെ സ്വകാര്യ പരിപാടി, കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിലെ കോർപ്പറേഷനകത്തും ജില്ലാ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും ഞങ്ങൾ കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ 5 ലക്ഷം രൂപ ഞങ്ങൾ ചോദിച്ചത് മുഴുവൻ പണം പിരിച്ച് തദ്ദേശ ദിനത്തിൻ്റെ ഭാഗമായി ഹാപ്പിനെസ് ഫെസ്റ്റ് MV ഗോവിന്ദൻ്റെ സ്വകാര്യ പരിപാടിക്ക് സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ആ പണം ഉപയോഗിച്ച് ദൂർത്തടിച്ച് CPM നേതാക്കന്മാർ കട്ടുമുടിച്ച് മുമ്പോട്ട് പോയത് ഈ നാടിനത് ചർച്ച ചെയ്യപ്പെടണം. അതാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഗോവിന്ദൻ്റെ പൊയ്മുഖാണ്. ഗോവിന്ദൻ്റെ കുടുംബവും കട്ടുമുടിച്ച് കള്ളന്മാരുടെ കണക്കാണ് ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞത്. അതാണ് നാട്ടിൽ ചർച്ച ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവണ്ടേ? അത് നിങ്ങളുടെ ക്യാമ്പിനുള്ളിലെ കലഹം അവസാനിച്ച് ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടായി നിങ്ങൾ കരുത്തോടെ മുന്നോട്ടിറങ്ങണ്ടേ? ഇതൊന്നും പറയാനാവാ നിങ്ങളുടെ നേതാക്കൾ ഇപ്പോഴും സ്ഥാനാർത്ഥി അങ്ങോട്ടും നടക്കുക. നിങ്ങളൊരു കാര്യം പറയട്ടെ, LDF പ്രഖ്യാപിച്ചു, CPM പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചതിന് ശേഷം വരുന്ന സ്ഥാനാർത്ഥി യുദ്ധം നിങ്ങൾ കാണുന്നില്ലേ? സ്ഥാനാർത്ഥി ഒരു അപശബ്ദവും ഇല്ലാത്ത പാർട്ടിയാണ്. പണ്ടെന്താ ബ്രാഞ്ചിൽ നിന്ന് ലോക്കലിൽ നിന്ന് ഏരിയയിൽ നിന്ന് ജില്ലയിൽ നിന്ന് കേന്ദ്രം, സംസ്ഥാനം, പോളിറ്റ് ബ്യൂറോ മിണ്ടാതെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചാൽ ആരെങ്കിലും അനങ്ങോ? ഇപ്പൊ അങ്ങനെയാണ്. കണ്ണൂർ പിണറായി വിജയന്റെ കണ്ണൂരല്ലേ ഏരിയ സെക്രട്ടറിയും നേതാക്കന്മാരും സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് തലങ്ങ് വിലങ്ങ് പാർട്ടിക്കെതിരായി പറയല്ലേ, പ്രവർത്തകന്മാർ ചർച്ച ചെയ്യേണ്ടത്. ശരി, ഓക്കെ. താങ്കൾ പറയുന്നത് പോലെ പഴയ കാലത്ത് ഇത്തരം തമ്മിലടികൾ അല്ലെങ്കിൽ ഒരു MLA സീറ്റ് വേണമെന്ന ആഗ്രഹത്തിൽ തട്ടി നിൽക്കൽ, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കൽ, പിൻവലിക്കലൊക്കെ ഒരു കാലത്ത് അംഗീകരിക്കപ്പെട്ടതാണ്. പുതിയ കാലത്ത് പഴയ കാലത്ത് അംഗീകരിച്ചതുപോലെ അല്ലെങ്കിൽ K കരുണാകരന്റെ കാലത്തൊക്കെ അംഗീകരിച്ചതുപോലെ ഇക്കാലത്തും പുതിയ തലമുറയൊക്കെ അത് നിങ്ങളുടെ ജനാധിപത്യ വിശാലത എന്ന മട്ടിൽ കാണുമോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അങ്ങയിലേക്ക് എത്താം. ജസ്ക സതീഷ്, റിജിൽ പറയുന്നത് പ്രധാനമല്ലേ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ ഇക്കാര്യം പുതുമയൊന്നുമല്ല. അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ ചുവരെഴുതിയതിനു ശേഷം അവരെ പിൻവലിച്ചിട്ടുണ്ട്. അതിനുശേഷം വേറെ ബദൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അവരൊക്കെ ജയിച്ചിട്ടുണ്ട്. മറ്റവർ അങ്ങനെ കോൺഗ്രസിനുള്ളിൽ ഇക്കാര്യമൊന്നും പുതുമയേ അല്ല. പക്ഷെ നിങ്ങൾക്കിത് പുതുമയാണ്. ജസ്ക സതീഷ്, നോക്കൂ, കണ്ണൂർ പോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് കണ്ണൂർ അല്ലേ? രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ജില്ലയിൽ ഏറ്റവും കണ്ണായ പാർട്ടി സ്ഥലങ്ങളിൽ ഏറ്റവും കണ്ണായ പാർട്ടി നേതാക്കൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ജില്ലാ കമ്മിറ്റി അംഗം പുറത്തിറങ്ങി വന്ന് പാർട്ടിക്കെതിരെ കലാപം പ്രഖ്യാപിക്കുക. നിങ്ങൾക്കിത് പുതുമയാ SK സതീഷ്? ഹാഷ്മി, അത്തരത്തിലൊന്നും കാര്യങ്ങളെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവരിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീർണതയാണ് പാർലമെൻ്ററി വ്യാമോഹം എന്ന് പറയുന്നത്. അത്തരമൊരു ജീർണതയിൽ പെട്ടുപോയ പലരും ഉണ്ടായിട്ടുണ്ട്. അത്തരം ആളുകളെല്ലാം കാലത്തിൻ്റെ യവനയ്ക്കുള്ളിൽ മറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അല്ലാതെ അവർ ഈ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്തതായി നമുക്കെവിടെയെങ്കിലും രേഖപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങളെ പർവ്വതീകരിച്ച് കാണുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങളുമായി സംവദിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. കേരളത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാവേണ്ടതുണ്ട്. അത് കേരളത്തിൻ്റെ ആകെ അനിവാര്യതയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. 10 വർഷം മുമ്പുള്ള UDF-ന്റെ ഭരണം അതൊരു ഇരുണ്ട കാലമാണ് എന്ന് കേരളത്തെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങളെ കൂടുതൽ സഹായിച്ചത് പഴയ കേരളത്തെ വീണ്ടെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് UDF നടത്തിയ യാത്ര തന്നെയാണ്. ആ യാത്രയിൽ അവർ വീണ്ടെടുക്കുന്ന കേരളത്തെ ഏതാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ നല്ലവണ്ണം ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. പവർ കട്ടും ലോഡ് ഷെഡിങ്ങുമുള്ള ഒരു ഇരുണ്ട കാലം, കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടാത്ത ഒരു ഇരുണ്ട കാലം, ആശുപത്രി തകർന്നടിഞ്ഞ കാലം, മറ്റെല്ലാ മേഖലകളും തകർന്നു പോയ, റോഡുകൾ തകർന്നു പോയ, എല്ലാ മേഖലയിലും ജനങ്ങൾക്കൊരു ആശ്വാസവും നൽകാൻ കഴിയാത്ത ഒരു കാലം. ഞങ്ങൾ മാത്രമല്ല, ആ കാലത്തെ ഇന്നവർ മഹത്വവൽക്കരിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ശ്രീ VD സതീശൻ തന്നെ പറഞ്ഞത്, തീവട്ടിക്കൊള്ളയാണ് ഈ കേരളത്തിൽ നടക്കുന്നതെന്നാണ്. അദ്ദേഹത്തിനെതിരായി അന്ന് വലിയ ആക്ഷേപമെല്ലാം കോൺഗ്രസിൽ ഉയർന്നു വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി AK ആൻ്റണി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനും ഏറ്റു പറഞ്ഞു എന്ന് മാത്രമാണ്. അന്നത്തെ KPCCയുടെ പ്രസിഡൻ്റായിരുന്ന ശ്രീ VM സുധീരൻ പറഞ്ഞത് കേരളത്തിൽ കടുംവെട്ടാണ് നടക്കുന്നത്. അവസാനത്തെ ക്യാബിനറ്റിനെ കുറിച്ച് പറഞ്ഞത് കടുംവെട്ട് ക്യാബിനറ്റ് എന്നാണ്. കേരളത്തിൻ്റെ സകലതും വിറ്റുതുലയ്ക്കുന്ന, അവസാനമായി എല്ലാം തീരെഴുതി കൊടുക്കുന്ന, സന്തോഷ് മാധവന് വരെ കേരളത്തിൻ്റെ ഭൂമി തീരെഴുതി കൊടുക്കുന്ന ഒരു ക്യാബിനറ്റ്. ഇതെല്ലാമായിരുന്നു ആ കാലം. ആ കാലത്തിൽ നിന്ന് 5 വർഷക്കാലത്തെ ഭരണം, ആദ്യ 1ാം ഗവൺമെൻറ്, ആ ഗവൺമെൻറ് കാലത്ത്
ഞങ്ങൾ LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞപ്പോൾ ഇതിനെയെല്ലാം ഒരു മാറ്റം വരുത്തി. മിഷനുകൾ അവതരിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന പദ്ധതി, സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വന്നു, ആശുപത്രികൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യവും ചികിത്സാ സൗകര്യവും വർദ്ധിപ്പിക്കുന്ന നിലയിലേക്ക് മാറി. കേരളത്തിൻ്റെ പൊതുവായ അന്തരീക്ഷം, ഭൂമിയും കേരളത്തിൻ്റെ പരിസ്ഥിതിയും സംരക്ഷിക്കാനുള്ള ഹരിത കേരളം മിഷൻ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. ആ കേരളത്തെ ഒരു 5 വർഷക്കാലം കൊണ്ട് മെച്ചപ്പെടുത്തിയ കേരളത്തിൽ നിന്ന് അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും മറ്റ് വൻകിട വികസന പ്രവർത്തനത്തിലൂടെയും ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയെല്ലാം പുതിയൊരു തലത്തിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. അതായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം. ഒരുപാട് പ്രതിസന്ധി കേരളത്തിൽ കടന്നുപോയിട്ടുണ്ട്. ആ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ഒരു കരുത്തായി കേരളത്തിലെ സർക്കാരുണ്ടായിരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് വയനാട്ടിലെ ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. 415ഓളം വീട് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം നാട്ടിൽ ഏതാണ്ട് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഒരു 1.5 വാർഡോളം ആ വാർഡിലുള്ള മുഴുവൻ വീടുകളും പുനർനിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ്. ആ അടിസ്ഥാന സൗകര്യ വികസനം, ജനങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കുന്ന കരുതൽ, ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷേമകാര്യങ്ങളിലാണെങ്കിൽ മുടങ്ങിപ്പോയ പെൻഷൻ്റെ കാലത്ത് നിന്ന് മാറി 2000 രൂപ പെൻഷൻ എല്ലാവരിലേക്കും കൃത്യതയോടുകൂടി കുടിശ്ശികയില്ലാതെ എത്തുന്നു. ഇങ്ങനെ വന്ന ഒരു കാലം ഇനിയൊരു 5 വർഷക്കാലം എന്തുകൊണ്ട് തുടർച്ചയുണ്ടാവണം? കാരണം ഈ നേട്ടങ്ങളെല്ലാം അതിൻ്റെ വിളയെടുക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത 5 വർഷക്കാലമാണ്. നമ്മുടെ ദേശീയപാത പൂർണ്ണമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കണക്ടിവിറ്റി ആവുന്നു. ആ കണക്ടിവിറ്റിയിലൂടെ നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന നേട്ടങ്ങൾ അനുഭവിക്കുന്നത് അടുത്ത കാലഘട്ടത്തിലാണ്. അതുപോലെ നാം വ്യവസായ രംഗത്ത് 1ാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്നു. ആ വ്യവസായങ്ങളെല്ലാം ഇപ്പോൾ അഭിവൃദ്ധി ബാധിച്ച് അതിൻ്റെ ഗുണം നമ്മൾ അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് തുടർന്നാണ്. ടൂറിസം രംഗത്ത് നാം ഉണ്ടാക്കിയ മുന്നേറ്റം, അതിൻ്റെ വരുമാനം നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നു. ഇതെല്ലാം ലഭിക്കണമെങ്കിൽ, ഇതെല്ലാം നിലനിൽക്കണമെങ്കിൽ ഈ അടിസ്ഥാന സൗകര്യ വികസനവും ക്ഷേമവും കരുതലും എല്ലാം നിലനിൽക്കണമെങ്കിൽ ഒരു തുടർച്ചയുണ്ടാവണം. അതിന് വിശ്വസിക്കാൻ വേണ്ടി പറ്റുക ഇടതുപക്ഷത്തെയാണ്, അതിന് മറ്റാരുമില്ല. അതുകൊണ്ടാണ് മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് ഞങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ വേണ്ടി കഴിയുന്നത്. അത് ജനങ്ങൾ അംഗീകരിക്കുന്നു. അല്ലാതെ ശ്രീ റജുൽ മാക്കുറ്റി പറഞ്ഞ പോലെ അല്ലല്ലോ കാര്യങ്ങൾ. ഇവിടെ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് തുടർഭരണമുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നമ്മുടെ പ്രശ്നം പുനർനിർണയത്തിന് ശേഷം ശരി, അതൊക്കെ നമുക്ക് വിശാലമായി ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം ശരി, നിങ്ങൾ LDF അതാണ് വളരെ മിന്നൽ വേഗത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടതിന് തൊട്ടു പിന്നാലെ ബാലവാല തന്നെ CPIയുടെ വാർത്താ സമ്മേളനം CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആ രാത്രി തന്നെ നിങ്ങൾ തെരുവിൽ നിറഞ്ഞവരാണ്. അതിന്റെ ശോഭ കെടുത്തി ഒരു നേതാവ് TK ഗോവിന്ദൻ കണ്ണൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഉന്നയിക്കുന്നത് എന്താണ്? ചരിത്രത്തിൽ ആദ്യമായി പാർട്ടി സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ നിർത്തുന്നത് അഴിമതി മറയ്ക്കാനുള്ള പണിയാണ് എന്ന ഗുരുതര ആരോപണം. അത് ശരിയോ തെറ്റോ വേറെ കാര്യം. അത് പറയുന്ന ആരാണ്? നിങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, കോൺഗ്രസിൽ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, നിങ്ങളുടെ പാർട്ടിയിൽ ഇത് ആദ്യമാണ്. G സുധാകരൻ, ഐഷ പോറ്റി, S രാജേന്ദ്രൻ, CPIയുടെ 2 മുൻ MLAമാർ മത്സരിക്കുന്ന BJP ക്യാമ്പിൽ. നിങ്ങൾക്കിത് പുതിയ കാര്യമാണ് ശ്രീ S.K. സജീഷ്. നിങ്ങൾക്കത് എല്ലാവരും വർഗവഞ്ചകർ എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താൻ പറ്റില്ല. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില ഘട്ടങ്ങളിലെല്ലാം ചില നേതാക്കന്മാരിലെല്ലാം പാർലമെൻ്ററി വ്യാമോഹത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതുവരെ അവരെ തള്ളിപ്പറഞ്ഞവരും അവരെ മോശക്കാരായി ചിത്രീകരിച്ചവരുമെല്ലാം വലതുപക്ഷക്കാർ അവരെ സ്വീകരിച്ച് അവരെ കൂടുതൽ അപകടകരമായ മേഖലയിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും ഏറ്റവും ഒടുവിൽ തങ്ങൾ തെറ്റായ മാർഗത്തിലാണ് പോയത് എന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചു വരാൻ പോലും ആഗ്രഹിച്ച, ജീവിത അവസാന ഘട്ടത്തിൽ ആഗ്രഹിച്ച അനുഭവങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ചില പ്രത്യേകമായ താല്പര്യത്തിൻ്റെ പുറത്ത് ചില പാർലമെൻ്ററി വ്യാമോഹത്തിൻ്റെ ഭാഗമായി ചിലരിലെല്ലാം ചില താല്പര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന വിഷയമേ അല്ല. ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ബന്ധുത്വത്തിൻ്റെ പേരിലോ മറ്റോ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIഎമ്മിൻ്റെ ഒരു നേതൃസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ പാർലമെൻറ്റ് രംഗത്തേക്കോ വരുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ നിരന്തരമായ പ്രവർത്തനത്തിലൂടെയാണ് മുന്നോട്ട് വരുന്നത്. മറ്റു രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. സ്വാഭാവികമായും ഇവിടെ നിന്ന് തെറ്റി പോകുന്ന ആളുകൾ പിന്നീട് തെറിവിളിക്കും. അവർക്ക് വായിൽ തോന്നിയെല്ലാം വിളിച്ചു പറയുമെന്നെല്ലാം ഉള്ളത് സ്വാഭാവികമാണ്. അതിനപ്പുറത്തേക്കൊന്നും അതിനെ കാണേണ്ടതില്ല. അതെല്ലാം ഈ പറഞ്ഞ ഒരു തെറ്റായ വഴിയിലൂടെ മനസ്സ് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില വിഭ്രമങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അത്തരത്തിലുള്ള വെല്ലുവിളികളെല്ലാം ഉണ്ടാകുന്ന ഘട്ടത്തിലെല്ലാം അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരും ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച പാരമ്പര്യവും ഉജ്ജ്വലമായി മുന്നേറിയ പാരമ്പര്യവുമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളത്. കാരണം
ഈ മണ്ണിൻ്റെ അവകാശവും ഈ മണ്ണിലെ വിദ്യാഭ്യാസത്തിൻ്റെ അവകാശവും ജീവിക്കാനുള്ള അവകാശവും എല്ലാം പൊരുതി നേടിത്തന്ന ഒരു ചെങ്കൊടിയുടെ കീഴിലാണ് എല്ലാവരും എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചെങ്കൊടിയെ തകർക്കാൻ വേണ്ടി, അതിനെ താഴ്ത്താൻ വേണ്ടി ആര് തന്നെ ശ്രമിച്ചാലും അവർക്കെതിരായിട്ടുള്ള ഒരു വലിയ വികാരം പാർട്ടിയുടെയും പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങളുടെയും ബഹുജനങ്ങളുടെയും എല്ലാ ഭാഗത്തും ഉയർന്നു വരും. ആ വികാരത്തിൽ നിന്ന് എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് കുതിച്ചിട്ടേ ഉള്ളൂ എന്ന് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ കാണേണ്ടത് ഇവിടെ നാം നടത്തിയ മുന്നേറ്റങ്ങൾ, ആ മുന്നേറ്റത്തിൻ്റെ ഗുണഭോക്താക്കളാവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും എന്താണ് കേരളത്തെ നയിക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് പോലുമില്ലാത്ത, സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ജീവിക്കുന്ന ലീഡർഷിപ്പായി മാറിയ, നുണകൾ പറയുന്നതിന് യാതൊരു പ്രയാസവുമില്ലാതെ വളരെ ലളിതമായ കാര്യങ്ങൾക്ക് പോലും നുണ പറയുകയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, അതിന് ഞങ്ങൾ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം 24 മണിക്കൂർ കഴിഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ മാധ്യമങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി നഷ്ടമാകുമെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതിലൂടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടത് ആരുടേതാണ് എന്ന് തിരിച്ചറിയണ്ടേ? വളരെ ലളിതമായി മറുപടി പറഞ്ഞു പോകാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളിൽ പോലും കളവ് പറയുന്നവരായി കേരളത്തിലെ UDFൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുകയാണല്ലോ. ഇവരെ വിശ്വസിക്കാൻ വേണ്ടി കഴിയുമോ? ഇവരെ വിശ്വസിച്ച് ഭരണമേൽപ്പിക്കാൻ വേണ്ടി കഴിയുമോ? ഇവരുടെ കാലം എങ്ങനെയായിരുന്നു? ഇവരെന്തിനാണ് വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്നത്? അധികാരത്തിന് വേണ്ടിയാണ്. അധികാരം കിട്ടി ഇവരെങ്ങോട്ട് പോകും എന്നതുകൂടി കാണണ്ടേ? രാജ്യത്തുടനീളം അനുഭവമുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. രാജ്യത്ത് അപകടകരമായ ഒരു രാഷ്ട്രീയം ഭരണരംഗത്ത് നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി രാജ്യസഭയിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബീഹാറിൽ ഇന്നലെ 5 ആളുകൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് കോൺഗ്രസിന്റെ കൂടി വോട്ട് കിട്ടിയിട്ടാണ്. നമുക്കതിനെ കുറച്ച് വിശദമായെത്താം. ശരി, നമുക്കതിനെ കുറച്ച് വിശദമായെത്താം. ഞാൻ ശ്രീ VP എത്തുന്നതിന് മുമ്പ് ദീപക് തർപ്പണിച്ചിരുന്നു. ദീപക് പറയൂ. ഹാഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ 2 എണ്ണം കൃത്യമായി ഒഴിച്ചിടുന്നു. ഒന്ന് കണ്ണൂർ, അതുപോലെ തന്നെ തളിപ്പറമ്പ്. ഇതിൽ കൃത്യമായി കണ്ണൂരിൽ കെ സുധാകരൻ ഉയർത്തുന്ന വെല്ലുവിളി എങ്ങനെയെങ്കിലും പരിഹരിക്കണം, അതിനുവേണ്ടി മാത്രമാണ്. പക്ഷേ എന്നാൽ അതിലപ്പുറത്തേക്കുള്ള വലിയൊരു രാഷ്ട്രീയ ലാഭമാണ്, രാഷ്ട്രീയ ലക്ഷ്യമാണ് തളിപ്പറമ്പിൽ. അത് TV ഗോവിന്ദൻ അവിടെ UDFൻ്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി ലഭിച്ചത്. ഉച്ചയ്ക്ക് 24 ഈ പട്ടിക പുറത്തുവിടുന്ന സമയത്ത് തന്നെ നമുക്ക് കൃത്യമായ വിവരമുണ്ടായിരുന്നു. ആഷ്മി തന്നെയായിരുന്നു അത് വായിക്കുകയും ചെയ്തത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായാണ് ഇപ്പോൾ പട്ടിക വന്നിരിക്കുന്നത്. എന്നാൽ ഇതേ സമയത്ത് ഈ പ്രതിസന്ധി, ഇന്നലെ CPIM-ന് വൈകിട്ടുണ്ടായ പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ള വലിയ പ്രചാരണവുമായി കണ്ണൂരിലേക്ക് ക്യാപ്റ്റൻ കളത്തിലിറങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രചാരണം ആരംഭിച്ചു. നമ്മൾ എയർപോർട്ട് മുതൽ പിണറായി വരെയുള്ള റോഡ് ഷോ കണ്ടതാണ്. നാളെ മുഖ്യമന്ത്രിയുടെ ഇലക്ഷൻ നിയോജക മണ്ഡലം കൺവെൻഷനാണ്. അതിന് MV ഗോവിന്ദനും CPIM സംസ്ഥാന സെക്രട്ടറിയും CPI സെക്രട്ടറി ബിനോയ് വിശ്വവും എത്തുന്നതാണ്. അതായത് രാഷ്ട്രീയ അന്തരീക്ഷം വലിയ രീതിയിൽ പ്രക്ഷുബ്ധവും ചൂടുപിടിക്കുകയുമാണ്. കലുഷമായ രാഷ്ട്രീയം തുടരുകയാണ്. കെ സുധാകരന്റെ പ്രതികരണം എന്താണ് എന്നതടക്കം പ്രധാനമാണ്. കെ സുധാകരൻ മത്സരിക്കാനില്ല എന്ന് പറയുമ്പോൾ ഉറപ്പായും കണ്ണൂരിന്റെ ഹൃദയമാണ് എന്നൊക്കെ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ സുധാകരൻ ഏത് രീതിയിൽ പ്രതികരിക്കുന്നത് കാത്തിരുന്ന് കാണാം. ശ്രീ VP ശ്രീപത്മനാഭൻ ചെയ്യുന്നു. ശ്രീപത്മനാഭൻ, ഇവിടെ നിങ്ങളും എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. BDJS പരസ്യ പ്രതികരണത്തിലേക്ക് എത്തുന്നില്ലെങ്കിലും അവർക്കും കിട്ടുന്ന സീറ്റിൽ തൃപ്തിയില്ല. കാമരാജ് കോൺഗ്രസ് എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു ഘടകകക്ഷി അതിഗുരുതരമായ ആരോപണമായി രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ LDFലും UDFലും മാത്രമല്ല പ്രശ്നം, നിങ്ങൾക്കിടയിലും പ്രശ്നം തന്നെയാണ്. ശ്രീപത്മനാഭൻ. ഹാഷ്മി, നമ്മുടെ രാജ്യത്ത് ഏത് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ഉണ്ടായാലും, ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പായാലും, നമ്മൾ ഒരു തുറന്ന ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ എല്ലാ പാർട്ടികളിലും ഇപ്പോൾ സീറ്റ് വിഭജനം അതൊരു ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ സൃഷ്ടിക്കും, മുന്നണി സംവിധാനത്തിൽ സൃഷ്ടിക്കും. അതൊന്നും വലിയ വിഷയമല്ല. അതൊന്നും ഇത്ര വലിയ അസ്ഥിക്ക് പിടിക്കുന്ന വിഷയമായി കാണണ്ട എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ പറയും ഞങ്ങൾ അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ വെറുതെ പറയുന്ന. ഞങ്ങളുടെ BJPയുടെ താമര ചിഹ്നത്തിൽ 3 കമ്മ്യൂണിസ്റ്റ് MLA-മാർ, മുൻ MLA-മാർ മത്സരിക്കുകയാണ്. അതിലൊരാൾ സിറ്റിംഗ് MLA ആണ്, നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊന്നും അല്ല കേരളത്തിലെ വിഷയം. ഇപ്പോൾ ചെറിയ സീറ്റിനെ ചൊല്ലിയുടെ തർക്കം, റിബൽ സ്ഥാനാർത്ഥികൾ, ഇതൊക്കെ കേരളം എത്രയോ കണ്ടതാ, ഇന്ത്യ എത്രയോ കണ്ടതാ. ഇവിടുത്തെ വിഷയം ഈ സർക്കാർ എന്തിനു മുന്നോട്ട് പോകണമെന്നാണ്. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം ശബരിമല തന്നെയാണ്. അതൊരു സംശയവും വേണ്ട. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം, വിദേശത്ത് നിന്നടക്കം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എല്ലാ വർഷവും വരുന്ന ആ തീർത്ഥാടന കേന്ദ്രത്തിൽ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ 4.5 കിലോ സ്വർണ്ണം കട്ടുകൊണ്ട് പോയിരിക്കുകയാണ്.
തട്ടോണ്ട് പോയത് മറ്റാരുമല്ല CPM-ന്റെ മുൻ MLA ആണ്. 30-ാം വയസ്സിൽ CPM MLA ആയ പത്മകുമാറും CPM-ന്റെ കേഡറായ വാസുവും ഒക്കെ ചേർന്നിട്ടാണ് ഇത് കട്ടോണ്ട് പോയത്. ഈ കളവ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം. അതോടൊപ്പം കോടികൾ പൊടിച്ച് പണ്ട് വിയറ്റ്നാം കോടതിയിൽ കുതിരവട്ടം പപ്പുവട്ടം പറയുന്നുണ്ട് ടാസ്ക് വിളി മാധവിയമ്മേന്ന്. അതേപോലെയാണ് 12 ലക്ഷം രൂപയ്ക്കാണ് ടാക്സി വിളിച്ചത് ഈ അയ്യപ്പ സംഗമത്തിന്. 2,39,840 രൂപയാണ് താജ് കുമരകത്ത് കൊടുത്തത്. താജ് കുമരകത്തിലെ ഞാൻ കാസർഗോഡ് നിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ കാസർഗോഡ് ജില്ലയ്ക്ക് അപ്പുറമുള്ള കർണാടകയിൽ നിന്നും ആളുകൾ നടന്നു പോകും ശബരിമലയ്ക്ക്, ചെറിയ കുട്ടികളടക്കം. കല്ലും വെള്ളും കാലിക്കും എത്ത എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ സ്വാമിമാരുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ വിളിച്ചുകൂട്ടിയ സംഗമത്തിന് വന്ന ഏതോ 2 വിദ്വാൻമാർ കുമരകത്ത് താജ് ഹോട്ടലിൽ താമസിച്ചിട്ട് ബില്ല് 2,39,840. നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവർ ചെയ്ത പണി. 1.5 കോടി രൂപയ്ക്ക് നടത്താവുന്ന പരിപാടി 7 ചില്ലാൻ കോടി രൂപയ്ക്ക് നടത്തി. 4,000 ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കുഴിച്ചു മൂടി. 623 ആളാണ് ലൈറ്റ് ആൻഡ് സൗണ്ടുകാരനും അതുപോലെ തന്നെ മൈക്ക് സെറ്റുകാരനും അടക്കം ഭക്ഷണം കഴിച്ചിട്ട് 623 ആളാണ് ഭക്ഷണം കഴിച്ചത്. അപ്പം ഇതാണ് ഇത്തവണത്തെ പ്രധാന വിഷയം. അതോടൊപ്പം ഈ സർക്കാരിൻ്റെ പരാജയം. ഇവരെന്ത് നേട്ടാ പറയുന്നത്? മിനിയാന്നല്ലേ കേരളത്തിൽ പട്ടാപ്പകല് കൊല്ലത്ത് നാഷണൽ ഹൈവേ, ദേശീയ ഹൈവേയിൽ ഒരു കാറ് തടഞ്ഞു നിർത്തി പണ്ട് മോഹൻലാലിൻ്റെ ആര്യൻ സിനിമയിൽ ചെയ്തതുപോലെ വെട്ടിക്കൊന്നത് ഒരാളെ. പരസ്യമായിട്ടല്ലേ വെട്ടിക്കൊന്നത്. ഇന്നലെ ഇടുക്കിയിൽ എന്താ സംഭവിച്ചത്? നടു റോട്ടിൽ വെച്ച് ഒരുവനെ കുത്തിക്കൊന്നതിന് ശേഷം കത്തിയുമായി പോർവിളി നടത്തി. ആർക്കും അടുക്കാനുണ്ടായിരുന്നില്ല. പോലീസ് വന്നിട്ടാണ് ആ ശവം കൊണ്ടുപോയത്. ഈ കേരളത്തിൽ ക്രമസമാധാനം എന്നൊന്നില്ല. അപ്പം രാത്രി 12 മണി വരെ ബാർ തുറക്കാൻ പോവുകയാണ്. പിന്നെ ഗംഭീരാവുമല്ലോ. അപ്പോൾ ഇതാണ് കേരളം. ഇവരുടെ നവീന കേരളം. രാത്രി നേരം വെളുക്കുന്നവരെ തുറന്നു വെക്കുന്ന ബാറുകളുള്ള, കുടിച്ചിട്ട് ആളുകൾ റോട്ടിലിറങ്ങി സമാധാനത്തോടെ പോകുന്നവൻ്റെ മക്കട്ട് കയറുന്ന കേരളമാണ്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഒരു വലിയ അവസ്ഥയാണ്. പിന്നെ ഇവർ പറയുന്ന നേട്ടം, നാഷണൽ ഹൈവേ 66, 58,000 കോടി രൂപ കേന്ദ്രം കൊടുത്തത്, 5,000 ചില്ലാനം കോടി രൂപയാണ് ഇവർ കൊടുത്തത്. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. ജൽജീവൻ മിഷൻ 50-50. ഇവിടെ റേഷൻ, ഗരീബ് കല്യാൺ അന്ന യോജനയും അന്ത്യോദയ അന്ന യോജനയും കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അരി അല്ലേ, കേന്ദ്രം കൊടുക്കുന്ന അരി അല്ലേ. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് 5 ലക്ഷം രൂപ, 30,000 രൂപയാണ് കാരുണ്യ, അത് 5 ലക്ഷം ആക്കിയത് നരേന്ദ്രമോദി. കിസാൻ സമ്മാൻ നിധി നരേന്ദ്രമോദി. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ പണമാണ് വരുന്നത്. ആ പണത്തിൻ്റെ ഊക്കിലാണ് ഇവിടെ വികസനങ്ങൾ നടക്കുന്നത്. 1,526 കോടി രൂപയുടെ PM ശ്രീ പദ്ധതി ഒപ്പിടണ്ട എന്ന് തത്വത്തിൽ തീരുമാനിച്ചിട്ട് രാത്രി തലയിൽ മുണ്ടിട്ട് ഡൽഹി പോയി ഒപ്പിട്ടിട്ട് പൈസ വാങ്ങാൻ നോക്കി. പക്ഷേ ഇവർ പിടിച്ചു. CPI-ക്കാർ പിടിച്ചപ്പോൾ പ്രശ്നമായി. ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരിടാൻ പറഞ്ഞപ്പോൾ വീണ ജോർജ് പറഞ്ഞത് സൗകര്യമില്ല എന്ന് കത്തയച്ചിട്ടുണ്ടെന്നാണ്. ഇപ്പം പേര് മാറ്റിയല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം കേന്ദ്രം കൊടുക്കുന്ന അരി ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികളുമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ 6 ലക്ഷം കോടി രൂപ കടത്തിലാക്കി. 1,75,000 കോടി രൂപ അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിന്റെ കടം നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ വയനാട് കിട്ടിയ സഹായം നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നികുതി വിഹിതത്തിലെ പങ്ക് നമുക്കെടുക്കാം. നമ്മൾ ഈ പറയുന്ന ജനസംഖ്യാ നിയന്ത്രണം നടത്തി നമ്മൾ അനുഭവിക്കുന്ന ശിക്ഷ നമുക്കെടുക്കാം. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന നമുക്ക് എണ്ണി പറയാം. പക്ഷേ സമയം അതല്ലല്ലോ. ഞാൻ ശ്രീജിൽ ഇവിടെ SK സജീഷ് പറയുകയാണ്. SK സജീഷ് പറയുന്നത് എവിടെയെങ്കിലും അതാ ഞാൻ പറയുന്നത്. ഇപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ എണ്ണി എടുക്കാമല്ലോ. നമുക്ക് വരും ദിവസങ്ങളിൽ അത് ഉറപ്പായും ഈ വികസനം ചർച്ച ചെയ്യുമ്പോൾ കേന്ദ്രം കേരളത്തോട് കാണിച്ച ഓരോരോ കാര്യങ്ങൾ നമുക്ക് എണ്ണി പറയാം. ഏറ്റവും ഒടുവിൽ വയനാട് അടക്കം ശ്രീ VP ശ്രീധരനാഭൻ പോട്ടെ. റിജിൽ മാക്കുറ്റി ഇവിടെ ശരി ഓക്കെ ശ്രീജിൽ മാക്കുറ്റി ഇവിടെ CPM-നകത്ത് LDF-നകത്ത് അവർ ഇതുവരെ നേരിടാത്ത വിധമുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം SK സജീഷ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് യാഥാർത്ഥ്യമാണ്. അത് അവരുടെ പ്രശ്നം, അവരുടെ ഹെഡേക്ക്. നിങ്ങൾ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ കാര്യമല്ലേ? അതിനാദ്യം ഉണ്ടാവേണ്ടത് എന്താണ്? ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥി പട്ടികയല്ലേ? അത് വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കണ്ടേ? കാര്യം ഇത് സാധാരണ സാഹചര്യമല്ല. ഒരിക്കൽ കൂടി നിങ്ങൾ അധികാരത്തിന് പുറത്തു നിന്നാൽ നിങ്ങൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോകുന്ന വല്ലാത്ത സാഹചര്യമാണ്. ആ സീരിയസ്നെസ് നിങ്ങൾക്കുണ്ടാവാത്ത എന്താണ് റിജിൽ? പ്രതിപക്ഷ നേതാവ് ഈ മാധ്യമങ്ങളോട് ചൊടിച്ചാൽ മാത്രം കാര്യം നടക്കുമോ? ശ്രീ ഹാഷ്മി, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ആശങ്ക വേണ്ട. ആശങ്ക ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക നാളെ തന്നെ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതോടുകൂടി ഞങ്ങൾ കളത്തിലിറങ്ങാൻ പോവുകയാണ്. കളത്തിലിറങ്ങാൻ ഞങ്ങളിപ്പോൾ കളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പറയുന്ന സജീഷ് ഉൾപ്പെടെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി കേരളത്തിലെ ജനങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുമ്പോൾ ഈ 3 മാസം മുമ്പേ നടന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സിറ്റിംഗ് കോർപ്പറേഷനുകൾ മുഴുവൻ ഞങ്ങളല്ലേ, കോഴിക്കോട് നിങ്ങളുടെ സ്വന്തം കോർപ്പറേഷൻ എങ്ങനെയാണ് ഇപ്പോൾ ഭരിക്കുന്നത്?
തൃശ്ശൂർ ഞങ്ങൾ പിടിച്ചില്ലേ, കണ്ണൂർ തുടർഭരണം ഞങ്ങൾ നേടിയില്ലേ, പിന്നെ അതോടൊപ്പം തന്നെ കൊല്ലം ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ, എറണാകുളം ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ, നിങ്ങൾ തിരുവനന്തപുരം നിങ്ങൾ BJP കൊടുത്തില്ലേ. അങ്ങനെ വലിയ പാലും തേനും ഒഴുക്കിയെങ്കിൽ ഈ ജനങ്ങൾ എന്താ നിങ്ങൾക്കെതിരായിട്ട് വോട്ട് ചെയ്തത്? ജില്ലാ പഞ്ചായത്തുകൾ ഞങ്ങൾ എത്ര ജയിച്ചു, മുനിസിപ്പാലിറ്റികൾ ഞങ്ങൾ എത്ര ജയിച്ചു, പഞ്ചായത്തുകൾ എത്ര ഞങ്ങൾ ജയിച്ചു. അപ്പോൾ ഈ ജയിച്ച ജനങ്ങളൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേ. ആ 3 മാസത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള മാറ്റം നിങ്ങൾ 3 മാസം കൊണ്ട് എന്താ ഇവിടെ പിന്നെ കൺകെട്ട് വിദ്യ നടത്തിയിട്ടുണ്ടോ? ജനങ്ങൾ നിങ്ങൾക്കെതിരാണ്. ഇപ്പോൾ പറയും നമ്മളല്ലാതെ ആരുണ്ട്, നിങ്ങളല്ല ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കാക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്വന്തം പാർട്ടിയുടെ രക്തസാക്ഷിയുടെ ഫണ്ട് മുക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെയുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ആദ്യം പറ. നിങ്ങൾ ഉണ്ടാക്കി വെച്ചെന്ന് പറയുന്ന ആരോഗ്യരംഗം എന്താ കേരളത്തിലെ ആരോഗ്യരംഗത്തെ അവസ്ഥ? ഞാൻ കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. എൻ്റെ ഈ കോർപ്പറേഷനകത്ത് PSCയിൽ എത്രയോ ഡോക്ടർമാരില്ലാത്ത, ആയുർവേദ ഡോക്ടർമാരില്ലാത്ത, ഗവൺമെൻറ് ഡോക്ടർ പിന്നെ MBBS ഡോക്ടർമാരില്ലാത്ത എത്ര PHCകളുണ്ടെന്ന് അറിയോ? ഫാർമസിസ്റ്റ് ഇല്ല. ആരാ നിയമിക്കേണ്ടത്, ആരാ ചെയ്യേണ്ടത്? നിങ്ങളുടെ ആരോഗ്യ വകുപ്പല്ലേ. ഇത് കണ്ണൂർ മാത്രമല്ല, കേരളത്തിലെമ്പാടും അവസ്ഥ ഏതാ? പല ആശുപത്രിയിൽ പോയാൽ മരുന്നുണ്ടോ? നിങ്ങളുടെ മന്ത്രി അഭിനയിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പോയല്ലോ, പിന്നെ മോണാക്ടിനെക്കാളും വലിയ അഭിനയ റാണിയായി പോയല്ലോ. അവിടെ കഴുത്തിന് പരിക്ക് പറ്റിയതുകൊണ്ട് എന്തേ അവിടെ പോയത്? MRI സ്കാൻ എടുക്കാൻ അവിടെ ഇല്ല. കണ്ണൂർ MRI സ്കാൻ എടുക്കണം 4 മാസം കഴിഞ്ഞാലാണ് MRI സ്കാൻ എടുക്കുക. അതാണോ നിങ്ങളുടെ വികസനം? എക്സ്റേ യൂണിറ്റ് ഇല്ലാത്ത എത്ര ആശുപത്രികളുണ്ട്? ഇതാണോ നമ്പർ 1 കേരളം? നിങ്ങളുടെ അധ്യാപകൻ, നിങ്ങളുടെ സംഘടനയിലെ ഒരു ഡോക്ടറല്ലേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ടത് ഹാരിസ് എന്താ പറഞ്ഞത്? സർജറിക്ക് വന്ന കൂട്ടിരിപ്പുകാരോട് ഇത് ചാനൽ ചർച്ചയിൽ പറയേണ്ട കാര്യമില്ല. ഈ കാര്യങ്ങളൊക്കെ പൊതുനിരത്തിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ, നിങ്ങളുടെ പ്രചരണ സംഘങ്ങൾ കേരളത്തോട് പറയേണ്ട സംഗതിയാ. അല്ലാതെ റിജിൽ വന്ന് ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞാൽ വർക്കൗട്ട് ആവില്ലത്. രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാവേണ്ട നിങ്ങളുടെ ആവശ്യമാണെന്നേ റിജിൽ. ഹാഷ്മി, ആഷ്മി, കാലഘട്ടം മാറി, തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനും മാറിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴത്തെ പൊതുയോഗങ്ങളിലൊക്കെ ഇത്ര ആൾ പങ്കെടുക്കുന്നു. ഇന്ന് ഏതാ പൊതുയോഗം? ഇന്ന് ഡിജിറ്റലൈസ് കേരളമാണ്. കാരണം ജനങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ പ്രത്യേകിച്ച് പൊതുയോഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കേരളത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചാനലിൽ നിന്ന് കാണുന്ന വ്യൂവേഴ്സ് എവിടെയാണ്? നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എത്ര ലക്ഷം ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ പ്രചരണത്തിനെ സംബന്ധിച്ചും നിങ്ങൾക്ക് ഭയപ്പാട് വേണ്ട. ആ പ്രചരണങ്ങൾ ഞങ്ങൾ നടത്താൻ പറ്റുന്ന മാനുവലായിട്ടുള്ള പ്രചരണങ്ങളും മറ്റ് പ്രചരണങ്ങൾക്ക് ഞങ്ങൾ സെറ്റാണ്. ഇത് കേരള ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് നടത്തിയ പുതിയ യാത്രയുണ്ട്. ആ യാത്രയുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ മുഴുവൻ നിയോജക മണ്ഡലം ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ പോലെ പൊതുയോഗം നടത്തി മാത്രം ജനങ്ങൾ വിശ്വസിക്കുന്ന കാലമല്ല. ജനങ്ങൾ കണ്ടും കേട്ടും ഓരോ സെക്കൻഡുകൾ കൊണ്ട് അവരുടെ മനസ്സിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഈ നാട്ടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അവർ ബോധവാന്മാരാണ്. ഈ സർക്കാരിനെ മാറ്റുക, ഈ അധികാര കൊതിമൂത്ത് ഈ നാടിനെ കൊള്ളയടിക്കുന്ന ഏത് സ്ഥലത്ത് പോയ സ്വർണ്ണക്കൊള്ളയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് സ്വർണ്ണ മോഷണം പോയി. പിണറായി സർക്കാർ കുറിപ്പെടുന്നതാണ് ആ സ്വർണ്ണ കൊള്ളയിൽ പങ്കില്ലാത്ത അവസ്ഥയിലേക്ക്. എവിടെ സ്വർണ്ണം കക്കുന്നുണ്ടോ അത് ഇവരാണ്, എവിടെ ഫണ്ട് മുക്കുന്നുണ്ടോ അവരാണ്. ഇപ്പോൾ ഹാപ്പിനെസ് ഫസ്റ്റ് ഞാൻ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾ അന്വേഷിക്കണം എത്ര കോടികളാണ് അതിനൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. CPM-ന്റെ നേതാക്കന്മാർ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന കണക്കുകൾ ഓരോന്നോരോന്ന് പുറത്തു വരികയല്ലേ. ഇതൊക്കെ ജനങ്ങൾ എന്താ കാണുന്നില്ലേ? ഇതെന്താ ജനങ്ങൾ കേൾക്കുന്നില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം നാളെ വന്നാൽ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ പരിസരമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരം. അതുകൊണ്ട് ഞങ്ങൾക്കൊരാശങ്കയില്ല, നിങ്ങൾക്കൊരു ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. അതിനാദ്യം വേണ്ടത് സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥിയായിട്ടില്ല. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികകൾ ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കാതെ പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് അസ്വസ്ഥനാണ് ഈ ദിവസങ്ങളിൽ. കഴിഞ്ഞ ദിവസം ചോദിക്കുമ്പോഴേക്കും പ്രതിപക്ഷ നേതാവ് പറയുന്നത് അത് മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി പോകുന്ന ആണെന്നാണ് തോന്നുന്നത്. മാധ്യമങ്ങളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട രമേശ് ചെന്നിത്തല പറയുന്നത്. അല്ലാതെ നിങ്ങൾക്കിടെ പ്രശ്നമുള്ളപ്പോൾ മാധ്യമങ്ങളായിട്ട് എന്തിനാണ് പ്രശ്നം ഉണ്ടാകുന്നത്? എസ് കെ സജീഷ്, ഇവിടെ ഹാപ്പിനെസ് പദ്ധതി അല്ലേ, ഹാപ്പിനെസ് പ്രൊജക്ട്, ഹാപ്പിനെസ് ആ പദ്ധതിയിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് റിജിൽ മാക്കുറ്റി അല്ല. ആ പദ്ധതിയിൽ ഇന്നേ വരെ ആരെങ്കിലും ഉന്നയിച്ച പ്രതിപക്ഷ നേതാവേ അല്ല. അത് മറച്ചു വെക്കാനാണ് എഴുന്നേൽക്കുന്ന കസേരയിൽ സ്വന്തം ഭാര്യ ഇരിക്കാൻ നോക്കുന്നത് പറയുന്ന ആരാണ്? നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട കോർ ടീം അംഗമാണ് പറഞ്ഞ് പുറത്തു വന്ന് ഞാൻ മത്സരിക്കാൻ പോകുന്നു പറയുന്നത്. എസ് കെ സജീഷ്, അവിടെ എന്തെങ്കിലും ഒരു കണക്ക് കാണിക്കുന്നതുകൊണ്ടോ അയാളും വർഗവഞ്ചകനാണ് എന്ന് പറയുന്നത് കൊണ്ടോ മറുപടി ആവില്ല എസ് കെ സജീഷ്. ഇവിടെ ഇപ്പോൾ P ജയരാജൻ PK ശ്യാമളയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് താഴെ വന്ന് പാർട്ടിക്കാർ പറഞ്ഞു ഒന്ന് ശ്രദ്ധിക്കൂ. ഒന്ന് ശ്രദ്ധിക്കൂ എസ് കെ സജീഷ്. ഞാൻ വേണേൽ വായിച്ചു കേൾപ്പിക്കാൻ 3-4 ഒന്നുമില്ല, എല്ലാം വർഗവഞ്ചന എന്ന ഇരുട്ടുകൊണ്ട് ഓട്ടാട്ടം പറ്റുമോ നിങ്ങൾക്ക്? ഹാഷ്മി, ഒരു കാര്യം, പാർട്ടി പ്രവർത്തനം നടത്തുകയും അതിനുശേഷം പാർട്ടി താനാണ് എന്ന് കരുതി തൻ്റെ മഹത്വം മാത്രം വെച്ച് അതിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പാർലമെൻ്ററി വ്യാമോഹത്തിലേക്ക് പോയി
എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ചില ആളുകൾ മാറിപ്പോകും. അങ്ങനെ വാപൊട്ടിയ കോടാലിയായി മാറുമ്പോൾ അവർ പലതും വിളിച്ചു പറയും. അതിനൊന്നും മറുപടി പറയാൻ വേണ്ടി കഴിയില്ല. അതിനെല്ലാം കാലവും ചരിത്രവുമാണ് അവരെ തിരുത്തിയിട്ടുള്ളത്. അത് പൊതുസമൂഹമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ പൊതുജനങ്ങളുടെ മുന്നേറ്റത്തിന് വഹിച്ച പങ്ക്, ആ ചെങ്കൊടിയെ ഇല്ലാതാക്കാൻ വേണ്ടി ആര് എവിടെ നിന്ന് ശ്രമിച്ചാലും അതിനെയെല്ലാം നല്ലവണ്ണം പ്രതിരോധിക്കുകയും കൂടുതൽ ശക്തമായി പാർട്ടിക്ക് വളർച്ച നേടാനും കഴിഞ്ഞ അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നതുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ഇവിടെ കുറേയേറെ കാര്യങ്ങൾ നേരത്തെ ഇവർ രണ്ടുപേരും ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു പോയതിനാണ് ഈ ഘട്ടത്തിൽ ചില കാര്യങ്ങൾ മറുപടിയായും മറ്റും പറയേണ്ടത്. ഒന്ന്, കേരളത്തിൻ്റെ കടത്തെക്കുറിച്ചെല്ലാം അവർ സംസാരിക്കുകയാണ്. ആരാ സംസാരിക്കുന്നത്? BJPയുടെ നേതാവാണ്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്തെ GDPയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 59% രാജ്യത്തിൻ്റെ കടം. എന്നാൽ കേരളത്തെ വെച്ച് നോക്കുമ്പോൾ അത് കേരളത്തിലെ സ്റ്റേറ്റ് GDPയുമായി താരതമ്യം ചെയ്യുമ്പോൾ 33%. നേരത്തെ അത് 39% ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ കടാനുപാതം കുറഞ്ഞു എന്ന് മാത്രമല്ല, അതികടക്കെണിയിലുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമില്ല. രാജ്യത്തെ കടത്തിൻ്റെ കാര്യത്തിൽ 14 സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ കൂടുതൽ കടമുള്ള സംസ്ഥാനങ്ങളാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. അത് ഇവരെല്ലാം ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഇവിടെ നമുക്കൊന്നും തരാതെ നമ്മെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ നമുക്കറിയാമല്ലോ, ആമമൂട്ടയാണല്ലോ തന്നത്. അതിനപ്പുറം കേരളത്തിനൊന്നുമില്ല. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട കോടതി ഉൾപ്പെടെ ചോദിച്ചു, എയിംസ് തരാതിരിക്കാൻ എന്താണ് കാരണം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിങ്ങൾ എന്താണ് മാനദണ്ഡം വെച്ചത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അത് മലയാളികളോട് ഇവർ കാണിക്കുന്ന അവഗണനയാണ് എന്ന തിരിച്ചറിവ് കേരളത്തിലെല്ലാവർക്കുമുണ്ട്. ആ തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തിന് എങ്ങനെയാണ്, കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയാണ് ഇങ്ങോട്ട് തരേണ്ടത്, അല്ലാതെ മറ്റെവിടെ നിന്നെങ്കിലുമല്ല. കേരളത്തിലെ നാം ഓരോരുത്തരിലും പിരിക്കുന്ന നികുതി കേരളത്തിന് അവകാശപ്പെട്ടതാണ്, മലയാളിക്ക് അവകാശപ്പെട്ടതാണ്. അതാണ് തരാത്തത്. അതിൽ നമ്മൾ കൃത്യമായി കാണേണ്ടതില്ലേ. പിന്നെ കേരളം എങ്ങനെയാണ് മുന്നോട്ട് പോയത്? ഇവിടെ ഞാൻ വിശദമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ബെസ്റ്റ് ഗവേണൻസിനുള്ള അവാർഡ് കേന്ദ്ര സർക്കാർ ഏത് സംസ്ഥാനത്തിനാണ് തരുന്നത്? കേരളത്തിനാണല്ലോ. അതുപോലെ തന്നെ നീതി ആയോഗ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമായി തിരഞ്ഞെടുക്കുന്നത് ഏത് സംസ്ഥാനത്തെയാണ്? വെറുതെ അല്ലല്ലോ. UDFൻ്റെ ഭരണകാലത്തും കേരളത്തിൽ ഇപ്പോഴും ചെലവഴിക്കുന്ന പണം ഒന്ന് പരിശോധിച്ചാൽ മതി. ഒരു വർഷക്കാലം സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി UDF ചെലവഴിക്കുന്ന ആവറേജ് 118-120 കോടിയാണ്. എന്നാൽ ഒരു വർഷക്കാലം ആവറേജ് കേരളത്തിൽ ഇപ്പോൾ ചെലവഴിക്കുന്നത് 1500-1600 കോടിയാണ്. 8700 കോടിയോളം രൂപ 5 വർഷക്കാലം, ഈ 5 വർഷക്കാലം മാത്രം സൗജന്യ ചികിത്സയ്ക്കായി നൽകിയത് കൊണ്ടാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമായി കേരളം മാറിയത്. മികവിൻ്റെ പല സൂചികകളിലും വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനം, മികവിൻ്റെ സൂചികയിൽ നീതി ആയോഗ് കേരളത്തെയല്ലേ തിരഞ്ഞെടുക്കുന്നത്? അതൊന്നും എന്താ കേരളത്തെ തിരഞ്ഞെടുക്കുന്നത്? UDFൻ്റെ കാലത്ത് ഏതാണ്ട് 6 ലക്ഷത്തോളം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോയതാണെങ്കിൽ 10 ലക്ഷം കുട്ടികൾ മികവാർന്ന ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിച്ചു വരികയായിരുന്നു എന്നത് അനുഭവമല്ലേ? പാഠപുസ്തകമില്ലാത്ത കാലമാണോ ഇത്? പാഠപുസ്തകം സ്കൂൾ അടക്കുന്നതിന് മുമ്പേ കുട്ടികളുടെ കയ്യിലേക്ക് എത്തുന്നു. നിങ്ങളിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കുഴപ്പം എന്ന് പറഞ്ഞ പോലെ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നില്ല അന്ന്. ഓണം നേരത്തെ വന്നുകൊണ്ടാണ് പരീക്ഷ വൈകിപ്പോയത് എന്ന് പറഞ്ഞത്, പാഠപുസ്തകം വൈകിപ്പോയത് എന്ന് പറഞ്ഞ കാലമുണ്ടായിരുന്നു. സ്വച്ഛ് ഭാരത് അഭിയാനിൽ രാജ്യത്ത് ഏറ്റവും മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് കേരളത്തെയല്ലേ? ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ, ഈ പഞ്ചായത്തിൽ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് കേരളമല്ലേ? ലൈഫ് ദേശീയമായി അംഗീകരിക്കപ്പെട്ട പദ്ധതിയല്ലേ? എന്തിനേറെ പറയുന്നു, കേരളത്തെ മാതൃകയാക്കണമെന്ന് കർണാടകത്തിലെ ബജറ്റിൽ എഴുതി വെക്കുകയാണ് കോൺഗ്രസ് ഗവൺമെൻറ്. നമ്മൾ കാണുകയല്ലേ. അതുപോലെ വ്യവസായ രംഗത്ത്, വ്യവസായ സൗഹൃദാന്തരീക്ഷത്തിൽ 1-ാം സ്ഥാനത്തെ കേരളത്തിൽ. ഇതെല്ലാം കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ നൽകുന്ന അംഗീകാരങ്ങളല്ലേ? ഒരുപാട് മേഖലയുണ്ട്, ക്രമസമാധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. അതിന് ഏതെങ്കിലും ഗുണ്ടകൾ തമ്മിലുള്ള പ്രശ്നത്തെ ഉയർത്തി കാണിച്ചാണോ ഇതിനെയെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഒരു കാര്യം, കേരളത്തിലുണ്ടായ ഈ മാറ്റം, അടിസ്ഥാന സൗകര്യത്തിലുണ്ടായ മാറ്റം, ദേശീയപാത വികസനം കേന്ദ്ര സർക്കാർ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. മുംബൈയിൽ നിന്ന് കന്യാകുമാരി വരെയുള്ള ദേശീയപാത 66-ൽ കേരളത്തിലെ റീച്ചിലല്ലാതെ വേറെ എവിടെയെങ്കിലും പണം നൽകേണ്ടി വന്നിട്ടുണ്ടോ? മഹാരാഷ്ട്രയ്ക്ക് നൽകേണ്ടി വന്നോ? കർണാടകത്തിന് നൽകേണ്ടി വന്നോ? തമിഴ്നാടിന് നൽകേണ്ടി വന്നോ? കേരളമല്ലേ 5800 പരം രൂപ ഭൂമി ഏറ്റെടുക്കലിന് കൊടുത്ത് ഈ പാത പൂർത്തീകരിക്കുന്നത്? രാജ്യത്ത് ഈ പദ്ധതിയിൽ കേരളം മാത്രമല്ലേ? അതല്ലേ കേരളത്തിന്റെ മേന്മ എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാൻ അതിർത്തിയെ പറ്റി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളെ പറയാൻ കഴിയില്ല. കാരണം എന്താണ്? അതിനേക്കാൾ കൂടുതൽ പൊട്ടിത്തെറി നിങ്ങളുടെ ക്യാമ്പിൽ നടക്കുമ്പോൾ എങ്ങനെ സതീഷ് പറയാൻ പറ്റുക? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, P. ജയരാജൻ, PK ശ്യാമളയ്ക്ക് 2 ദിവസം മുമ്പ് പോസ്റ്റ് ഇട്ടു. അതിൽ ജിനേഷ് തിഡിൽ എന്ന ഒരു പാർട്ടിക്കാരനാണ്. അദ്ദേഹത്തെ പ്രൊഫൈൽ പോയി നോക്കി. അതിൽ പറയുന്ന തളിപ്പറമ്പ് കയ്യിൽ നിന്ന് പോയി കിട്ടി. നാണമില്ലേ റിസർവേഷൻ സിസ്റ്റം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നാണം കെടുത്താൻ.
അതിന് താഴെ വേറൊരു പാർട്ടിക്കാരൻ, അല്ല അതിൽ ബഹുഭൂരിപക്ഷം പാർട്ടിക്കാരാണ്. അതിൽ വന്ന് പി കെ ശ്യാമള മോശക്കാരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ലെന്ന് ബിജു പി പറയുകയാണ്. പക്ഷേ ഈ സ്ഥാനാർത്ഥം പാർട്ടിയുടെ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല. സാക്ഷാൽ പി ജെ, എം സുരേന്ദ്രൻ, എൻ സുകന്യ എന്നിവർക്ക് എന്തുകൊണ്ട് ചാൻസ് കിട്ടിയില്ല എന്ന് ബിജു പി ചോദിക്കുന്നു. അതിന് 315 ലൈക്ക്. അർജുനായെങ്കിൽ പോട്ടെ, നിങ്ങൾ തള്ളിപ്പറഞ്ഞ ആളാണ്, നിങ്ങളുടെ പാർട്ടിക്കാരനല്ല, അയാൾക്കെതിരെ എന്തൊക്കെയോ കേസുകളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ അയാൾ മിക്കാലം അത്രയും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് CPM വേണ്ടിയാണ്. എടുത്തു നോക്കണം ആയെങ്കിയുടെ പോസ്റ്റുകളടക്കം. അപ്പം അങ്ങനെ ഏതോ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ പാർലമെന്ററി വ്യാമോഹം എന്ന് കരുതി നിങ്ങൾക്കതിനെ തള്ളിക്കളയാൻ കഴിയില്ല സജീഷ്, തള്ളിക്കളയാൻ നോക്കിയാലും. അല്ല, ഒറ്റ കാര്യം പറയാം. ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ കേരളത്തെ ആകെ നയിച്ച MV രാഘവൻ ഉണ്ടായിരുന്നു. MV രാഘവൻ ഈ പാർട്ടിയെ പുലർത്തി മുന്നോട്ട് പോകാമെന്നാണ് കരുതിയത്. അവസാനം എവിടെ എത്തി എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഗൗരിയമ്മ ഉൾപ്പെടെയുള്ള കേരളം ആദരിച്ച നേതാക്കന്മാർക്കുണ്ടായ അനുഭവം എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ത്രിപുരയിൽ ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന അവിടുത്തെ നൃപൻ ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം എന്തായിരുന്നു? തെറ്റുപറ്റിപ്പോയി. അവസാനം മരിക്കുമ്പോൾ ചെങ്കൊടി പുതച്ച് മരിക്കണം എന്നതായിരുന്നു ആഗ്രഹം. അവസാനം അദ്ദേഹം മരണപ്പെട്ടു പോയി. അതിനുശേഷമാണ് പാർട്ടി തീരുമാനിച്ച് അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്ത് ആ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുത്തത്. തെറ്റായ വഴിയിലൂടെ പോയവരെല്ലാം അവസാന ഘട്ടത്തിൽ അഭയം പ്രാപിച്ചത് ഈ ചെങ്കൊടി കീഴിൽ തന്നെയാണ്. അവർ ആ വഴിയിൽ പെട്ടുപോകുമ്പോൾ ആ വലതുപക്ഷ ആശയങ്ങൾ വെച്ച് അവർ പലതും വിളിച്ചു പറയും. അതൊക്കെ സ്വാഭാവികമാണ്. അത്തരം വിളിച്ചു പറയൽ, എന്തെല്ലാം ആക്രമിക്കൽ ഇക്കൂട്ടർ എല്ലാവരും കൂടി നടത്തിയിട്ടുണ്ട്. എന്നിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്നു പോയോ? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 1937 4 പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ആദ്യ സെല്ലിൽ ഉണ്ടായിരുന്നത്. EMS ഉം MC ശേഖറും K ദാമോദരനും കൃഷ്ണപിള്ളയും ഉൾപ്പെടെയുള്ള 4 പേർ. ആ 4 പേർ മാത്രമുള്ള പാർട്ടി ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ച് കേവലം 2 പതിറ്റാണ്ട് കഴിയുമ്പോഴേക്ക് ഒറ്റയ്ക്ക് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ഉയർന്നിട്ടുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭൂമിയുടെ അവകാശികളായി മലയാളികളെ മാറ്റി. ഉത്തരേന്ത്യയിൽ വ്യത്യസ്തമായ ഒരു ജീവിതാന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചു. ഇവിടെ അറിവിന്റെ പ്രകാശം എല്ലാവർക്കും നൽകി. വിവിധ ഘട്ടങ്ങളിലായി വികസനത്തിലൂടെ കേരളത്തെ മുന്നോട്ട് നയിച്ചു. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, നവകേരളമാണ്. ലോകത്ത് തന്നെ ഇവിടെ ഇപ്പോൾ വരുന്ന വാർത്ത, കെ സുധാകരൻ സീറ്റില്ലെങ്കിൽ സണ്ണി ജോസഫിന് വോട്ടില്ല എന്നൊരു ക്യാമ്പയിൻ ഉണ്ട് കേട്ടോ. പേരാവൂരിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണ് പ്രചരണം. കെ സുധാകരന് സീറ്റില്ലെങ്കിൽ സണ്ണി ജോസഫിന് വോട്ടില്ല, കെ സുധാകരൻ സീറ്റ് കൊടുത്തില്ലെങ്കിൽ സണ്ണി ജോസഫിന് വേണ്ടി പ്രവർത്തനത്തിന് ഇറങ്ങരുത് എന്നാണ് ആഹ്വാനം. ശ്രീപത്മനാഭൻ, ഇവിടെ പണം നോക്കി സീറ്റ് നൽകുന്ന പാർട്ടിയെ അധപ്പതിച്ചിരിക്കുന്നു എന്ന് CPM നോക്കി CPI പറഞ്ഞാലോ, മുസ്ലിം ലീഗിനെ നോക്കി മുസ്ലിം ലീഗ് കോൺഗ്രസിനെ നോക്കി പറഞ്ഞാലോ എന്ത് പുകല ഉണ്ടാവുക? ഇവിടെ നിങ്ങളുടെ ഒരു ഘടകകക്ഷി തെരഞ്ഞെടുപ്പിന്റെ തലേനാൾ പറയുകയാണ് കാശ് വാങ്ങി സീറ്റ് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് BJP. നിങ്ങൾ പ്രശ്നമുക്തരല്ല VP. ആഷ്മി, ഞാൻ അതിന് ഉത്തരം പറയുന്നതിന് മുന്നേ ഒരു ചെറിയ കണക്ക് പറഞ്ഞിട്ട് ഞാൻ അത് പറയാൻ നിൽക്കില്ല. ഇവിടെ വയനാടിനെ പറ്റി പറയുന്നുണ്ട്. ഈ ജനാധിപത്യത്തിൽ വോട്ടിൻ്റെ സീറ്റിൻ്റെ കണക്കാണല്ലോ ആത്യന്തികമായിട്ട് ഒരു പാർട്ടിയുടെ ജനപിന്തുണ നിശ്ചയിക്കുന്നത്. ഞങ്ങൾ വയനാട്ടിലൊരു ചെറിയ പാർട്ടിയാണ്. പക്ഷേ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സീറ്റ് 50% വർദ്ധിച്ചു. ഞങ്ങൾ വയനാട്ടിൽ ഒന്നും ചെയ്തില്ലേ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വയനാട്ടിൽ 25% സീറ്റ് കുറഞ്ഞു. അപ്പോൾ വയനാട്ടുകാർക്ക് സത്യം അറിയാം. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ താങ്കൾ പറഞ്ഞ കഥയിലേക്ക് വരാം. ആഷ്മി, രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സാധാരണയാണ്. ഒരു പാർട്ടി മുന്നണി വിടുമ്പോഴോ ഒരു വ്യക്തി പാർട്ടി വിടുമ്പോഴോ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. ഞാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ എത്ര കേട്ടു, എത്ര കണ്ടു നമ്മൾ. അതിനൊക്കെ അതിൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി. പിന്നെ തെളിവുകളുമായി വന്ന് പത്രക്കാരൻ മുമ്പാകെ വന്ന് പറയുമ്പോഴൊക്കെ അല്ലേ അപ്പം നോക്കാമെന്ന്. തെളിവുകളൊക്കെ ആയിട്ട് ആൾക്കാർ വരട്ടെ, അപ്പോൾ ആ സമയത്ത് നോക്കാം. ഞാനിപ്പോഴും പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ ഇതൊന്നൊരു വലിയ പുത്തരിയല്ല. കാരണം എന്താ, ഇപ്പോൾ 5 സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കണം. തമിഴ്നാട്ടിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും സഖ്യം അല്ലേ? പോണ്ടിച്ചേരിയിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും സഖ്യം അല്ലേ? ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുള്ളൂ പോണ്ടിച്ചേരിയിൽ. ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി, ഇവർക്ക് രണ്ടാക്കും കൂടി ഒരു സ്ഥാനാർത്ഥി. 3 സ്ഥാനാർത്ഥി ഉണ്ടാവില്ല പോണ്ടിച്ചേരി. അത് നമ്മുടെ മാഹിയിൽ. പിന്നെ ബംഗാളിൽ സഖ്യമല്ലേ? ബംഗാളിൽ സഖ്യം. ആസാമിൽ കമ്മ്യൂണിസ്റ്റുകാരില്ല. അതുകൊണ്ട് സഖ്യമില്ല. കമ്മ്യൂണിസ്റ്റുകാരുള്ളത് കുറച്ച് തമിഴ്നാട്ടിലും കുറച്ച് പോണ്ടിച്ചേരിയിലും കുറച്ച് പശ്ചിമ ബംഗാളിൽ ലേശം ബാക്കിയുണ്ട്. അപ്പോൾ ഇതൊക്കെ സഖ്യമാണ്. ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് TK ഗോവിന്ദൻ കോൺഗ്രസ് പോയി മത്സരിച്ചാൽ അതൊരു വിഷയമല്ല. TK ഗോവിന്ദൻ മാത്രമൊന്നുമല്ല, G സുധാകരൻ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ PK ശശി കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കാൻ പോവുകയാണ്.
അതിനൊന്നും വലിയ വിഷയമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് ആരെങ്കിലും വന്നാലോ BJP-യിൽ നിന്ന് ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയാലേ വലിയ മാറ്റമുള്ളൂ. അപ്പോൾ കേരളത്തിൽ ഞാൻ പറയുന്നത് മാറ്റം, നാട്ടികയിലത് മാറ്റമാണ്, വൈക്കത്തേത് മാറ്റമാണ്, ദേവികുളത്തേത് മാറ്റമാണ്. കാരണം എന്താ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തൊഴിലാളി വർഗ സർവാധിപത്യത്തിൽ വിശ്വസിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പാർട്ടിയിൽ നിന്നും ഒരാൾ ഹിന്ദുത്വവാദികളായ ഞങ്ങളെ കൂടെ വരുന്നു. വെസ്റ്റ് ബംഗാളിൽ ഒരു സിറ്റിംഗ് MLA വന്നിട്ട് ഇപ്പോൾ അയാൾ 2 പ്രാവശ്യം MP ആണ്, ഗഗൻ മുർമു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെയാണ് മാറ്റം. അല്ലാണ്ട് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പോകുന്നതിൽ എന്താ തെറ്റ്? 5 സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു, 3 സ്ഥലത്ത് സഖ്യം, ഒരു സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാത്തത് കൊണ്ട് സഖ്യമില്ല. ആകെ ഇവർ ഇന്ത്യയിൽ തമ്മിൽ തല്ലുന്നത് കേരളത്തിൽ മാത്രമാണ്. ഓക്കെ, റിജിൽ മാക്കുറ്റി, ഇവിടെ എപ്പോഴാണ് കണ്ണൂർ മണ്ഡലത്തിൽ റിജിൽ മാക്കുറ്റി സ്ഥാനാർത്ഥിയായിട്ട് പ്രചരണത്തിന് ഇറങ്ങാൻ പറ്റുക? ഹാഷ്മി, പാർട്ടിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. പാർട്ടി സ്ഥാനാർത്ഥി ഉചിതമായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അത് ഞങ്ങൾക്ക് തർക്കമില്ല. ഞാൻ വെയിറ്റ് ചെയ്താൽ മതി. പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അല്ല, റിജിൽ എന്താ കുറവ്? സ്ഥാനാർത്ഥി നല്ല പ്രവർത്തന പാരമ്പര്യമുള്ള ആൾ, ഒരുപാട് സമരങ്ങൾ പങ്കെടുത്ത ആൾ, ഒരുപാട് അടികൊണ്ട ആൾ, എന്നാൽ ജയിക്കാൻ സാധ്യതയുള്ള ആൾ, എന്താ കുറവെന്ന് റിജിൽ? ശ്രീ ഹാഷ്മി, ഓരോ നിയോജക മണ്ഡലത്തിലും അവിടെ ആപ്റ്റായ സ്ഥാനാർത്ഥികളെ പാർട്ടി കണ്ടെത്തും. കണ്ണൂരിലും സ്ഥാനാർത്ഥി വരും, അതിനകത്ത് തർക്കമൊന്നുമില്ല. അതിനെപ്പറ്റി നിങ്ങൾ അതിനെപ്പറ്റി ബേജാറാവേണ്ട ആവശ്യമില്ല. കേരളത്തിലെ മറ്റ് പ്രഖ്യാപിക്കാത്ത സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഏറ്റവും കഴിവുറ്റ നല്ല സ്ഥാനാർത്ഥികൾ അവിടെ കടന്നു വരുന്ന സംബന്ധിച്ച് ഒരു തർക്കമില്ല. പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥികൾ വരും. അപ്പോൾ റിജിൽ മാക്കുറ്റി അല്ലെങ്കിൽ മറ്റ് ആൾ എന്നല്ല, വ്യക്തിക്കല്ല പ്രാധാന്യം, പാർട്ടി എടുക്കുന്ന തീരുമാനത്തിലാണ്. ആ പാർട്ടി ആരെ പ്രഖ്യാപിച്ച ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ഉത്തമനായ പ്രവർത്തകൻ എന്നുള്ള ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രവർത്തന രീതി എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അതോടൊപ്പം ഇവിടെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങൾ ഇവിടെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, പാർട്ടിക്കകത്തുണ്ടായ പ്രശ്നങ്ങൾ, നിങ്ങളുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് നിങ്ങൾ നോക്കൂ. തലശ്ശേരിയിൽ ഇവർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആരാ? ഇവർ പല കാര്യങ്ങൾ ചെയ്തു, ഞാൻ അതിനൊക്കെ മറുപടി പറഞ്ഞു. അങ്ങനെയൊക്കെ ഇത്രയൊക്കെ പാലും തേനും ഒഴിക്കെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവേണ്ട ചോദ്യത്തിൽ ഉത്തരവില്ല. ഞങ്ങളെ അങ്ങനെയാക്കി, ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. ഞാൻ ചോദിക്കുന്നു ഒറ്റ കാര്യം കൂടി, പിണറായി വിജയൻ 10 വർഷം മുഖ്യമന്ത്രി, കണ്ണൂരിൽ ഒരു വ്യവസായ സ്ഥാപനം, ഒരു 10 ആൾക്ക് ജോലി കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? ഈ വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് മാറിയ ഈ കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ, അതോടൊപ്പം തന്നെ CPM-ന്റെ പ്രധാനപ്പെട്ട ആളുകളുടെ സ്വന്തം ജില്ലയിൽ തലശ്ശേരി സ്ഥാനാർത്ഥി കാരായി രാജൻ തലശ്ശേരി വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുക്കുക ഫസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊല്ലാൻ പോയ കേസിനകത്ത് ഗൂഢാലോചന തൊഴിലാളി നേതാവിനെയാണ് എന്നിട്ട് വെച്ചത്. നിങ്ങൾ നോക്കൂ. അല്ല, ഒരു കാര്യം, സമയം അവസാന ഘട്ടമായതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. റിജിലെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കാരായി രാജേട്ടനെ പോലെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ അവമതിച്ചാൽ എത്ര ശ്രമിച്ചാലും നടക്കുന്ന കാര്യമല്ല. നിങ്ങളീ പറയുന്ന ഫസലിൻ്റെ സഹോദരൻ ഉൾപ്പെടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഉണ്ടാകും. അവിടെ നാടിനറിയാം ഓരോരുത്തരുടെയും പ്രവർത്തന രീതി എന്തെന്ന്. പിന്നെ കഴിഞ്ഞ 10 വർഷക്കാലത്തെയും നിങ്ങളുടെ 5 വർഷക്കാലത്തെയും ഭരണത്തെ താരതമ്യം ചെയ്യുന്നത് അങ്ങേയറ്റത്തെ സന്തോഷം, അത് ഓർമ്മപ്പെടുത്തലാണ് ആവശ്യം. എന്റെ സുഹൃത്തെ, ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വ്യവസായവും ആരോഗ്യവും വിദ്യാഭ്യാസവും ടൂറിസവും ഈ പേരാമ്പ്ര ഉൾപ്പെടെ ഞങ്ങൾ ഇപ്പൊ തൂക്കാൻ പോവാ. കോഴിക്കോട് ജില്ലയിലെ തദ്ദേശഭരണ സ്ഥാപനത്തിലൊക്കെ ചെറിയ വിജയം ഉണ്ടായിട്ടുണ്ട്. പേരാമ്പ്രയും കൊയിലാണ്ടിയും നാദാപുരം ഉൾപ്പെടെ ഞങ്ങൾ വിജയിക്കാൻ പോവാ. ഓക്കെ, അപ്പൊ ഇനി സമയം കഴിഞ്ഞു. എന്തായാലും സുഹൃത്തെ റജിലെ ഒരു കാര്യം പോട്ടെ, സമയം കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ വരുന്ന വാർത്ത, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും സ്ഥാനമൊഴിഞ്ഞു. P. ശശിയും A. പ്രദീപ് കുമാറും സ്ഥാനമൊഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലാണ് രാജി. P. ശശിയും പ്രദീപ് കുമാറിനെയും റിലീവ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ ദീപക് ദമ്മണം ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ വീണ്ടും ഇരിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള ചർച്ചകൾ കൂടുതൽ സജീവമാകുന്ന സമയമാണ്. അതിനിടയിലാണ് മറ്റേ മെസ്സേജ്, എന്താണ്, കെ സുധാകരന് സീറ്റില്ലെങ്കിൽ സണ്ണി ജോസഫിന് വോട്ടില്ല. പേരാവൂലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ടാഗ്ലൈൻ പോലെ പ്രചരിപ്പിക്കുന്നത്. കെ സുധാകരന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ സണ്ണി ജോസഫിന് വേണ്ടി പ്രവർത്തനത്തിന് ഇറങ്ങരുതെന്നാണ് ആഹ്വാനം. അത്തരം ആഹ്വാനമൊക്കെ ചെയ്യേണ്ട, വെല്ലുവിളിക്കേണ്ട പരിതോവസ്ഥ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിലുണ്ടോ എന്ന മെസ്സേജ് നമ്മൾ ആലോചിക്കട്ടെ. എൻകൗണ്ടർ പൂർവ്വമാണ് ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.